സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. ഞാൻ നല്ല പൊറുപ്പ് എഴുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. 2 തിമോഥെയോസ് 4:7 വാക്യം. 2 തിമോഥെയോസ് 4 അപ്പോസ്തലനായ പൗലോസിൻ്റെ അവസാനമായി എഴുതപ്പെട്ട വാക്കുകൾ അടങ്ങിയിരിക്കുന്നു. മിക്കവാറും 60 മാത്രമായിരുന്നു മുമ്പ് താൻ മരണത്തെ അഭിമുഖിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ തൻ്റെ ജീവിതം ഏതാണ്ട് അവസാനിച്ചതായി അദ്ദേഹത്തിന് തോന്നി. 2 തിമോഥെയോസ് 4:6. ഇനി മിഷണറി യാത്രകളോ സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതലോ ഉണ്ടാകില്ല. അവൻ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, ഞാൻ നല്ല പൊറുപ്പ് എഴുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. തികഞ്ഞവനെങ്കിലും ദൈവത്തോടും സുവിശേഷത്തോടും എത്രത്തോളം സ്ഥിരത പുലർത്തിയെന്ന് പൗലോസ് തൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്നു. പാരമ്പര്യം സൂചിപ്പിക്കുന്ന താമസമില്ലാതെ അദ്ദേഹം രക്തസാക്ഷ്യം വഹിച്ചു എന്നാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും പ്രധാനം എന്ന് ഗ്രഹിപ്പാൻ നമ്മുടെ അന്ത്യനാളുകളെക്കുറിച്ച് ആലോചിക്കാൻ നല്ലതാണ്. പൗലോസിൻ്റെ വാക്കുകൾ നമുക്ക് പിന്തുടരാനുള്ള മാത്രം കാണിച്ചു തരും. നല്ല പോരാട്ടം പൊരുതുക, ഓട്ടം തികച്ച വിശ്വാസം കാസൂക്ഷിക്കുക. കാരണം അവസാനം അവരെ നാം ദൈവത്തിൻ്റെ അനുഭവികളവൻ വിശ്വസനായിരിക്കുക എന്നതിലാണ് കാര്യം. അതിനെ നമുക്ക് ജീവിപ്പാൻ ആവശ്യമായിട്ടുള്ളത് അവൻ നൽകുന്നു. ആത്മീയ പോരാട്ടങ്ങൾ നമ്മെ നയിപ്പാനും അവ നന്നായി പൂർത്തിയാക്കാനും സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതം അവസാനിച്ചുവെന്നും നിങ്ങളെ തരുമക്കൾ പ്രസിദ്ധീകരിക്കുമെന്നും സങ്കല്പിക്കുക. അതെങ്ങനെയായിരിക്കുവാൻ ആണ് നിങ്ങളുടെ ആഗ്രഹം? നന്നായി ഓട്ടം പൂർത്തിയാക്കാൻ നിങ്ങൾക്കിപ്പോൾ എന്ത് മാറ്റം വരുത്താനാകും? പ്രാർത്ഥിക്കും. പിതാവായ ദൈവമേ, അവസാനം വരെ അങ്ങേക്കായി വിശുദ്ധയോടെ ജീവിപ്പാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.